ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ബെൽജിയം, സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. വാർത്തകൾ വിശദമായി. ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിലൂടെ ജനങ്ങളെ ശാക്തീകരിക്കാനും വികസനം ശക്തിപ്പെടുത്താനും സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്നും ഡിജിറ്റൽ ഇന്ത്യ സംരംഭം 11 വർഷം പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്താനും ആനുകൂല്യങ്ങൾ നേരിട്ട് ജനങ്ങളുടെ അക്കൌണ്ടുകളിലേക്ക് എത്തിക്കാനും ഇതിലൂടെ സാധിച്ചു. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഡിജിറ്റൽ ഇന്ത്യ സംരംഭം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 2026 ധനകാര്യ ബില്ലും ധനവിനിയോഗ ബില്ലും സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ ശബ്ദ വോട്ടോടെയാണ് ബിൽ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്. സർക്കാർ അവതരിപ്പിച്ച ഔദ്യോഗിക ഭേദഗതികളോടെയാണ് ധനബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെ അടങ്ങുന്ന ബില്ലാണ് സഭ ശബ്ദവോട്ടോടെ പാസാക്കിയത്. അതേസമയം പ്രതിപക്ഷത്തോടൊപ്പം BJP അംഗങ്ങളും ധനബില്ലിനെ എതിർത്തു. എന്നാൽ പരിമിതമായ നിർദ്ദേശങ്ങളാണ് ധനബില്ലിൽ ഉള്ളതെന്നും ബില്ലിൽ ഒന്നും ഒളിപ്പിച്ച് കടത്തിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി മറുപടിയായി പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്താൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത് കേരളത്തിലാണെന്നും വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് മദ്യനയത്തിൽ തീരുമാനിച്ചാൽ അങ്ങനെ മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറച്ചത് വലിയ തോതിലുള്ള അഴിമതിക്ക് തുടക്കം കുറിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ബില്ലിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മദ്യനയത്തിൽ സ്വാഭാവികമായ ചർച്ച നടത്താതെയുള്ള ഒളിച്ചുകടത്തലാണ് ബില്ലെന്നും നിയമസഭയ്ക്ക് പുറത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കാനുള്ള ഇടത് സർക്കാരിന്റെ പദ്ധതിയെ ഇതിലൂടെ അട്ടിമറിച്ചതായും അദ്ദേഹം വിമർശിച്ചു. വിഴിഞ്ഞം തുറമുഖത്തെ വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും അദാനി പോർട്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ചേഞ്ച് ഇൻ ഓണർഷിപ്പ് സാധ്യമാകില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ സബ്മിഷന് മറുപടി നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. ബഹുരാഷ്ട്ര കമ്പനിയായ MSCക്ക് വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ കൈമാറാൻ പോകുന്നതായ വാർത്തകൾ ആശങ്കപ്പെടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യതയും ആവശ്യകതയും തമ്മിൽ വലിയ അന്തരം ഉണ്ടായ സാഹചര്യത്തിലാണ് വൈദ്യുതി നിയന്ത്രണം വേണ്ടിവന്നതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തുകയായിരുന്നു മന്ത്രി. സംഭരണികളിൽ നിലവിൽ സംഭരണശേഷിയുടെ 21.31% മാത്രമേ വെള്ളമുള്ളൂ. അന്തരീക്ഷ താപനില ഉയർന്നത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിക്കാൻ കാരണമായി. അതിനാൽ പീക്ക് സമയത്ത് ചില നിയന്ത്രണങ്ങൾ ചില ദിവസങ്ങളിൽ മാത്രം ഏർപ്പെടുത്തേണ്ടതായിട്ട് വന്നു. മഴ കിട്ടും, മടക്കി കൊടുക്കാൻ സാധിക്കുമെന്ന നിലയിൽ സാപ്പ് എന്ന് പറയുന്ന രൂപത്തിൽ കടം വാങ്ങിയ വൈദ്യുതി തിരികെ കൊടുക്കണം. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ കാണുന്നതിനായി ആ സമയങ്ങളിൽ പരമാവധി വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. കൂടുതൽ വൈദ്യുതി കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഇതിനായിട്ട് റെഗുലേറ്ററി കമ്മീഷന്റെ അനുവാദം ലഭിച്ചു കഴിഞ്ഞു. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടത്തിലെ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഇന്ന് പാസാക്കി. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെയടക്കം ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പ്രമേയത്തെ 111 അംഗങ്ങൾ പിന്തുണച്ചപ്പോൾ 2 പേർ എതിർത്ത് വോട്ട് ചെയ്തു. പാർലമെന്റ് പാസാക്കിയ ഭേദഗതിക്കെതിരെ നിയമസഭ പ്രമേയം പാസാക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്ക് എതിരാണെന്ന് BJP അംഗം വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഇന്ന് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 3 വീതവും തിരുവനന്തപുരത്ത് ഒരാൾക്കുമാണ് രോഗബാധ. 146 പേർക്ക് ഡെങ്കിപ്പനിയും 30 പേർക്ക് എലിപ്പനിയും 11 പേർക്ക് മലേറിയയും ഇന്ന് സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് തൊഴിലും ഉപജീവനവും ഉറപ്പാക്കുന്ന VBG റാംജി നിയമം രാജ്യത്ത് ഇന്നു മുതൽ പ്രാബല്യത്തിൽ.
ഗ്രാമീണ കുടുംബങ്ങൾക്ക് അർഹതപ്പെട്ട തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്നും 125 ഇതോടെ ഉയരും. കേരളത്തിലെ പ്രതിദിന തൊഴിലുറപ്പ് വേതനം 401 രൂപയായി ഉയർന്നിട്ടുണ്ട്. സെൻസസിന്റെ ഭാഗമായി വീടുകളിലെത്തിയുള്ള വിവരശേഖരണത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 30 വരെയാണ് സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കുക. വീടുകളുടെ സെൻസസും പട്ടിക തയ്യാറാക്കലും ഈ ഘട്ടത്തിൽ നടക്കും. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്ത് നടക്കുക. ദക്ഷിണ വ്യോമസേനാ മേധാവിയായി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ചുമതലയേറ്റു. തിരുവനന്തപുരത്തെ ദക്ഷിണ വ്യോമസേന ആസ്ഥാനത്ത് അദ്ദേഹത്തിന് ആചാരപരമായ ഗാർഡ് ഓഫ് ഓണർ നൽകി. എയർ മാർഷൽ മനീഷ് ഖന്ന വിരമിച്ച ഒഴിവിലാണ് എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ നിയമിതനായത്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. കേരള ലോട്ടറിയുടെ പേരും ചിഹ്നവും ലോഗോയും ഔദ്യോഗിക വെബ്സൈറ്റിനോട് സാമ്യമുള്ള രൂപകൽപ്പനയും ദുരുപയോഗം ചെയ്ത് സമൂഹമാധ്യമങ്ങളിലൂടെ വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പുകൾ നടക്കുന്നതായും പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓൺലൈൻ വഴി കേരള ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നതും വിൽക്കുന്നതും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. മൂന്നാറിനെ പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കാൻ കർശന നടപടികളുമായി ഗ്രാമപഞ്ചായത്ത്. 10 വിഭാഗങ്ങളിൽ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഇനി വരവേൽക്കുക പ്ലാസ്റ്റിക് വിമുക്തമായ ശുദ്ധവായുവും പരിസരവുമായിരിക്കും. സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് കുപ്പികൾ, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നവർക്ക് 5000 രൂപയും ശാസ്ത്രീയമായി സംസ്കരിക്കാത്തവർക്ക് കനത്ത പിഴയും ഈടാക്കും. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് ഈടാക്കുന്ന പിഴയുടെ 25% തുക പാരിതോഷികമായി നൽകും. ഇതിനായി പ്രത്യേക വാട്സാപ്പ് നമ്പരും സജ്ജമാക്കും. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെയും കർണാടക തീരത്ത് ഞായറാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 9:30 ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ബെൽജിയം, സെനഗൽ നോക്കൌട്ട് രാത്രി 1:30 USA ബോസ്നിയ മത്സരം നാളെ പുലർച്ചെ 5:30 നടക്കും. രാവിലെ നടന്ന നോക്കൌട്ട് മത്സരത്തിൽ ഇക്വഡോറിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 10 മണിക്ക്. ശ്രേയസ് അയ്യരാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. മുൻ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരം ശ്രീശാന്തിന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ 3 വർഷത്തെ വിലക്ക് പിൻവലിക്കാൻ തീരുമാനം. സംഘടനയ്ക്ക് അപകീർത്തികരമായ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് വിലക്ക് പിൻവലിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 444 പോയിന്റ് നേട്ടത്തിൽ 76,923-ലും നിഫ്റ്റി 140 പോയിന്റ് നേട്ടത്തിൽ 24,006-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 1,03,240 രൂപയും ഗ്രാമിന് 12,905 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പിലേക്ക്. അടിസ്ഥാന വേതനം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതായി ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച മാനേജ്മെന്റുമായി കരാർ ഒപ്പുവെക്കുന്നതുവരെ സമരം തുടരുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ട്രോളിംഗ് നിരോധനം ലംഘിച്ച് കിളിമീൻ പിടിച്ച വള്ളം ഫിഷറീസ് വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. വൈപ്പിൻ ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്ത വള്ളത്തിന് 67,000 രൂപ പിഴ ഈടാക്കി. മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 55 പേർ അറസ്റ്റിലായി. 50 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ആകെ 5,260 കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തത്. 5,634 അറസ്റ്റുകൾ നടന്നു. വിദ്യാഭ്യാസ രീതികൾ അതിവേഗം മാറുന്ന ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് അത്യാധുനിക പഠന സാഹചര്യമൊരുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രി റോജി എം ജോൺ. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ബിരുദ പ്രവേശനോത്സവം ഫസ്റ്റ് ചാപ്റ്ററിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനജീവിതം സുഗമമാക്കുന്നതിനുള്ള ശക്തമായ മാർഗമാണ് സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പൂർത്തിയാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ധനബിൽ നിയമസഭ പാസാക്കി. സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഓഹരി കൈമാറ്റത്തിന് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വൈദ്യുതി നിയന്ത്രണം സംബന്ധിച്ച് നിയമസഭയിൽ പ്രസ്താവന നടത്തി മന്ത്രി സണ്ണി ജോസഫ്. വ്യാജ ഓൺലൈൻ ലോട്ടറി തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഇംഗ്ലണ്ട് കോങ്കോയെ നേരിടും. ബെൽജിയം, സെനഗൽ നോക്കൌട്ട് രാത്രി 1:30. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.